അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്ന പദമാണ്, ആമേൻ, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇന്നലെ വരെ അവൻ എന്തായിരുന്നു എന്ന് ലോകം നോക്കുമ്പോൾ ദൈവം പറയുന്നത്, ഞാൻ ലോകത്തിന്റെ ദൃഷ്ടിയിലല്ല നോക്കുന്നത്. ലോകത്തിലെ മനുഷ്യൻ ജഡീക കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കർത്താവ് നമ്മളെ നോക്കുന്നത് വിശുദ്ധിയുടെ കണ്ണുകൊണ്ടാണ് നോക്കുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും മറവല്ല, ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും മറവില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന, ആരും അറിയുന്നില്ലല്ലോ, ആരും കാണുന്നില്ല, കൂടപ്പിറപ്പ് കാണുന്നില്ല, അപ്പൻ കാണുന്നില്ല, അമ്മ കാണുന്നില്ല, തനിക്ക് തന്ന തുണ പോലും, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കാണുന്നില്ല എന്ന് പറയുമ്പോൾ ലേഖനത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും മറവില്ല, അവന്റെ മുമ്പിൽ സകലതും നഗ്നതും മലർന്നതുമാണ്. നിങ്ങൾ ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഓരോ ദിവസവും നിന്നെ തന്നെ ശോധന ചെയ്ത് നീ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണോ എന്ന് തന്നെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ പഴയതെല്ലാം കഴിഞ്ഞു, സകലതും പുതിയതായി. ഇന്നലെ വരെ ചെയ്ത സകല പാപങ്ങളെയും സകല പാപപ്രവണതകളെയും ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ ദൈവം തന്നെ മക്കളായിട്ടല്ല, പ്രിയ മക്കളായിട്ട് ചേർത്തുകൊള്ളുവാൻ അവൻ മതിയായവനത്രേ. പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, അവൻ ക്രിസ്തുവിലായ ഒരുവൻ എപ്പോഴും ദൈവത്തെ അനുകരിപ്പാൻ വേണ്ടി ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ ദൈവമായി ചമയാനല്ല, ദൈവത്തിന്റെ ദൈവം പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ, ദൈവം പറഞ്ഞിട്ടുള്ള ജീവിത ശൈലികൾ അവന്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും. അവന്റെ നോട്ടത്തിൽ, അവന്റെ സംസാരത്തിൽ, അവന്റെ പ്രവൃത്തിയിൽ, അവന്റെ ചിന്തയിൽ എപ്പോഴും ഒരു പുതു സൃഷ്ടിയായി മാത്രമേ അവൻ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 51 സങ്കീർത്തനം 10 വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചേ? ദൈവമേ നിർമ്മലമായൊരു ഹൃദയം. നോക്കണമേ, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം. ഈ നിർമ്മലമായ ഒരു ഹൃദയത്തിനകത്തുണ്ടാകുന്ന പ്രത്യേകത, ഒരിക്കലും മറ്റുള്ളവരുടെ ഉയർച്ചയിലോ മറ്റുള്ളവരുടെ വളർച്ചയിലോ നാം അസൂയപ്പെടത്തില്ല. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വളർച്ചയിൽ നമുക്ക് അസൂയ തോന്നെങ്കിൽ നിർമ്മല ഹൃദയം ഇല്ലേ ഇല്ല. അടുത്ത വീട്ടിലെ അനർത്ഥത്തിൽ നീ സന്തോഷിക്കുകയല്ല, അടുത്ത വീട്ടിലെ അനർത്ഥത്തിൽ നീ പങ്കുചേർന്നെങ്കിൽ നിനക്ക് നിർമ്മലമായൊരു ഹൃദയമുണ്ട്. വേദപുസ്തകം പഠിച്ചു നോക്കിയേ, യേശു കർത്താവ് ഏതെങ്കിലും വ്യക്തികളെ നോക്കിയിട്ട് ശപിക്കുകയോ അവനത് വരേണ്ടത് ആവശ്യമെന്ന് പറയുക ചെയ്തിട്ടുള്ളതായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നില്ല. യേശു എപ്പോഴും തകർന്നവനെ നോക്കിയിട്ട് ആശ്വസിപ്പിക്കുകയും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സകലതും മടക്കി കൊടുക്കുന്നതായിട്ട് നാം കണ്ടിട്ടുള്ളൂ. അതിനകത്ത് പാപം ചെയ്ത വ്യക്തി ഉണ്ടാകാം. മന്ദലക്കാരത്തെ അറിയെ നോക്കിയിട്ട് പറയുന്നത്, ഇനി നീ പാപം ചെയ്യരുത്. 38 വർഷം പക്ഷപാതം പിടിച്ചു കിടന്ന മനുഷ്യനോട് പറഞ്ഞ പദവും, നീ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, നിർമ്മലമായൊരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ നീ ലോകത്തിന്റെ പാപത്തിൽ വീഴത്തില്ല. കാരണം നിർമ്മലമായ ഹൃദയം മനുഷ്യന്റെ അല്ല, ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ ദിനംപ്രതി നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്ത് ജീവിക്കുവാൻ തയ്യാറാകണം. നിർമ്മല ഹൃദയമില്ലാത്തവൻ വഷളനായിരിക്കും, നിർമ്മല ഹൃദയമില്ലാത്തവൻ അസൂയ ഉള്ളവനായിരിക്കും, നിർമ്മല ഹൃദയമില്ലാത്തവൻ ജഡസ്നേഹിയായിരിക്കും, നിർമ്മല ഹൃദയം ഇല്ലാത്തവൻ വികടമായി നടക്കുവാൻ തയ്യാറായ മനുഷ്യന്റെ മേൽ വെളിപ്പെടുന്നത് എന്താണ്? ഗലാത്യ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു, അവനിൽ ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാകും. എന്താ ആത്മാവിന്റെ ഫലം? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത് ഒരു ആത്മീയ പൈതൽ നിന്ന് വെളിപ്പെടുമ്പോൾ ജഡീകളിൽ നിന്ന് വെളിപ്പെടുന്ന ഇതെല്ലാം വ്യത്യസ്തമായ നിലവാരത്തിൽ. എന്തിനാ നിർമ്മലമായ ഹൃദയത്തിൽ നടക്കുന്നേ? സമ്പത്ത് കിട്ടുമോ? കിട്ടും. ഉയർച്ച ലഭ്യമാകും. ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലെല്ലാം തള്ളപ്പെടും. പക്ഷെ തള്ളപ്പെടുന്നതെല്ലാം ഉയരത്തിൽ ഒരുവൻ നോക്കിക്കൊണ്ടിരിക്കും. അവൻ പറയും, ഞാൻ വിശുദ്ധനാകുക, നീ വിശുദ്ധനാകൊണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തുമില്ല, ഉപേക്ഷിക്കത്തുമില്ല. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞു, തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. കാരണം എന്താ? അവന് ബന്ധമുള്ളത് അവൻ നിർമ്മല ഹൃദയമുള്ളവരോടാണ്. ഈ നിർമ്മല ഹൃദയം എവിടെ നിന്ന് കിട്ടും? അത് ഉയരത്തിൽ നിന്ന് നിനക്ക് ലഭ്യമാകും.
എപ്പോഴോ വന്ന കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യനായിരിക്കും, ദൈവമല്ല. എപ്പോഴോ ഉള്ള കുറവുകളെ നിന്റെ മുമ്പിൽ കാണിച്ചിട്ട് ഇതിൽ നടക്കാന്ന് പറഞ്ഞത് അവൻ ദൈവാത്മാവല്ല, അത് പിശാചിന്റെ ആത്മാവാ. നീ പറയണം, പിശാച്, കഴിഞ്ഞ നാളുകളിൽ നീ പറഞ്ഞ പ്രവൃത്തിയിൽ ഞാൻ അകപ്പെട്ടിരുന്നു, പക്ഷെ ഞാൻ അതിന് ഗുഡ് ബൈ പറഞ്ഞു. ഇന്ന് എനിക്ക് ഉടമ്പടിയുള്ളത് യേശുവുമായിട്ടാ. അവൻ എന്നെ ചേർത്തിരിക്കുക, ഞാൻ അവന്റെ മണവാട്ടിയ. പഴയ പാപ സ്വഭാവത്തിന് എന്റെ മേൽ അധികാരമില്ല, ഞാൻ പുതിയ സൃഷ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി വെച്ചിട്ടുള്ള നിത്യത, എനിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ആ മണവാട്ടിയുടെ പദവി ഞാനും അവകാശിയായി തീരും. നിന്റെ കഴിഞ്ഞ നാളുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇല്ല, ഞാനത് നോക്കത്തില്ല. നമുക്ക് ആവശ്യം ഒരാഴ്ച ക്ഷമിക്കപ്പെടുന്ന പാപത്തിന്റെ അളവല്ല, ഒരാഴ്ച ക്ഷമിക്കപ്പെടുന്ന പാപം കുറച്ചു കിട്ടുന്ന മേഖലയല്ല, പിന്നെയോ ഇനി അത് ചെയ്യാതിരിപ്പാണ്ട ദൈവകൃപയാ. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധമുണ്ടെങ്കിൽ നിന്റെ ജീവിതം എവിടെ വീണാലും നീ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. നിലം പരിചായെന്ന് പിശാച് പറയും, പക്ഷെ വേദപുസ്തകം പറയുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ജയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ, പരാജയപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. നമ്മുടെ ജീവിതത്തെ നാം എന്തിന് ശരിയാക്കുന്ന കേട്ടാൽ ഒറ്റ കാര്യത്തിന്, പേർ വിളിക്കുന്ന നേരത്ത് എന്റെ പേർ കാണണം. ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക. അവൻ നിങ്ങളുടെ ലംഘനങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവമാണ്. സമൃദ്ധിയിൽ നീ ജീവിക്കണം, അനുഗ്രഹം അനുഭവിച്ചിരിക്കുന്നവരായിരിക്കണം. നീ ശപിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകരുത്. നീയും നിന്റെ തലമുറയും അനുഗ്രഹം അനുഭവിക്കുന്നവരായിരിക്കണം. പറക്കിക്കൂട്ടിയ ശാപത്തിൽ പോയി ഇരുന്നിട്ട് ആ ശാപത്തെ പറക്കിക്കൊണ്ട് നടക്കുന്ന കൂട്ടരാകരുത്. പിന്നെയോ ശാപത്തെ അശേഷം പൊട്ടിച്ചു മാറ്റി വിശുദ്ധിയിലേക്ക് നടത്തി അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയ ഒരു നസ്രയന്റെ മക്കളാ ഞങ്ങളെങ്കിൽ ശാപത്തിന് ഞങ്ങൾ അടിമപ്പെടത്തില്ല, പാപത്തിന് അടിമപ്പെടത്തില്ല. വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കളായി ജീവിപ്പാൻ തയ്യാറാകുക. കഷ്ടതയിൽ നിന്നും, നിന്റെ രോഗത്തിൽ നിന്നും, നിന്റെ കടഭാരത്തിൽ നിന്നും, നിന്റെ ശൂന്യതയിൽ നിന്നും, എല്ലാം തകർന്നു, എല്ലാവരും എന്നെ വിട്ടു പോയി എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ നീ പല പാപത്തിന്റെയും ലോകത്തിന്റെയും പ്രവൃത്തി വിട്ടുമാറി മടങ്ങി വരാമെങ്കിൽ ദൈവം വീണ്ടെടുത്തിരിക്കുന്നു. അവരെ ശുദ്ധീകരിച്ചു, ഞാൻ അവരെ വീണ്ടെടുത്തു. അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത മഹത്വമേറിയതാ വലുതുമായതൊന്ന് തരുവാൻ അവൻ വിശ്വസ്തൻ. അനുഗ്രഹിക്കുന്നത് നിലനിൽക്കുന്ന അനുഗ്രഹം. നിങ്ങൾ മറ്റുള്ളവരെ നോക്കരുത്, നിങ്ങൾ ക്രൂശ നോക്കരുത്, നിങ്ങൾ മനുഷ്യനെ നോക്കരുത്, പരാജയമാണ്. നിങ്ങൾ നിങ്ങളുടെ കുറവുകൾ മനുഷ്യനോട് പറയരുത്, പരാജയമാണ്. നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങളെ ചേർത്ത് കൊള്ളാൻ വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. നമ്മുടെ കുറവുകൾ ഏറ്റു പറയുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കും, നമ്മുടെ വീഴ്ചകൾ പറയുമ്പോൾ ആശ്വസിപ്പിക്കും. നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ തലമുറയ്ക്ക് ഒരു തെറ്റുവിനും പറയും, കണ്ടില്ലേ അവളെ പോലെ തന്നെ അവളെ മക്കൾ വിരൽ ചൂണ്ടും. പക്ഷെ ദൈവത്തോട് പറഞ്ഞാൽ പറയും, ഇല്ല, നീ എന്നോടിത് പറഞ്ഞതുകൊണ്ട് നിന്റെ മക്കളിലേക്ക് ഞാൻ ഈ പാപത്തെ, ഈ ശാപത്തെ, ഈ ലോകത്തിന്റെ പ്രവൃത്തിയെ കൈമാറാൻ അനുവദിക്കത്തില്ല. നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുവാൻ വിശ്വസ്തൻ. നിന്റെ തലമുറയെ നീ കണ്ട തൃപ്തി പ്രാപിക്കും. അത് ആർക്കുള്ളതാ? കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന മക്കൾക്ക്. ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവർത്തികളെ ഞാൻ വർണ്ണിക്കുന്നു. വരണം, പുതിയ സൃഷ്ടി എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. എത്ര പേര് പറയും, ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. ഇന്നലെ വരെയുള്ള നിന്റെ പാപങ്ങളെ ഏറ്റുപറ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാമോ? ഇന്നലെ വരെയുള്ള നിന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയിട്ട് കർത്താവിനോട് പറ, കർത്താവെ, ഞാൻ പുതിയ സൃഷ്ടിയാണ്. എന്റെ പഴയ ലൈഫ് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുക, പഴയ എന്റെ ജീവിത ശൈലി ഞാൻ ഉപേക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ കുറവ് പിശാചിന് അവകാശമുണ്ടോ, ഇന്ന് പകൽക്കാലം അതൊന്ന് ഏറ്റുപറഞ്ഞിട്ട് പറ, ഞാനൊരു പുതിയ സൃഷ്ടിയാപ്പാ. ഇനി എനിക്ക് പിശാചിന് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇന്ന് എന്റെ ബന്ധം എന്റെ യേശുവുമായിട്ട് മാത്രമാ. എവിടെയൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യുന്ന, നിങ്ങളെ പിൻപറ്റുന്ന ഇതിൽ കണ്ണി പോലെ വ്യാപരിച്ചു കിടക്കുന്ന പൈശാചിക മണ്ഡലമുണ്ടോ? ചിലപ്പോ വാക്കുകൾ കൊണ്ട് പറയുന്നതായിരിക്കാം, ചിലപ്പോ നോട്ടത്തിലായിരിക്കാം,
ആയിരിക്കാം, ചിലപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏതോ ഭാവ പ്രവണതയായിരിക്കാം. ഇന്ന് പകൽക്കാലം ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുക. വൃക്ഷത്തിന്റെ ഒരു കൊമ്പിൽ ഇത്തിൽ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അടുത്ത കൊമ്പിലേക്ക് അത് പടരുക, അവിടെ നിന്ന് അടുത്ത കൊമ്പിലേക്ക് പടരുക. ആ ഒരു വൃക്ഷത്തെ ആ ഇത്തിൽ കൊമ്പിൽ നശിപ്പിച്ചു കളയോ. ഇന്ന് പകൽക്കാലം പാപം അതുപോലെയാണ് പ്രിയരെ. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മറികടന്നു പോകുന്നത് പോലെ നിന്നിൽ നിന്ന് നിന്റെ തലമുറയിലേക്ക്, അവിടെ നിന്ന് അടുത്തൊരു തലമുറയിലേക്ക് ശാപം കടന്നു കയറാതെ വണ്ണ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ, യേശുവേ ഞാനൊരു പുതിയ സൃഷ്ടിയാകാൻ തയ്യാറാ, എന്റെ പാപത്തെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാ, എന്റെ ജീവിതത്തെ തിരുത്താൻ തയ്യാറാ, എന്റെ ജീവിതത്തിൽ അകപ്പെട്ടു പോയ, എന്റെ ജീവിത ശൈലിയിൽ വന്നുപോയ എല്ലാ കുറവുകളും അന്നൊന്ന് ക്ഷമിക്കണമേ. പലപ്പോഴും ദൈവത്തോട് ചോദിച്ചില്ലേ, എന്താ കർത്താവേ എന്റെ തലമുറയുടെ ജീവിതത്തിൽ ഒരു എഴുന്നേൽപ്പില്ലാത്തത്? നിങ്ങൾ പലപ്പോഴും ചോദിച്ചില്ലേ, എന്റെ ജീവിതത്തിൽ എന്താ ഒരു മാറ്റമില്ലാത്തത്? എന്റെ കുടുംബത്തിൽ ഇങ്ങനെ, എന്തുകൊണ്ടാ എന്റെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെയായി പോയത്? എന്തുകൊണ്ടാ എന്റെ ജീവിതം മാത്രം ഇങ്ങനെയായി പോയത്? എവിടെയോ പിശാചിന് അവകാശം പറയുന്ന ഏതൊക്കെ പാപങ്ങൾ നിങ്ങളെ പിൻപറ്റുന്നുണ്ട്? ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയാമോ, പാപത്തിന് എന്റെ മേൽ സ്ഥാനമില്ല, പാപ പ്രവണതകൾക്ക് എന്റെ മേൽ അധികാരമില്ല, ഈ ലോകത്തിന്റെ അധിപതികൾക്ക് എന്റെ മേൽ അധികാരമില്ല. കാരണം ഞാൻ യേശുവിന്റെ, യേശു എന്റെയാ. എന്നെ തകർക്കുവാനോ, എന്നെ മുടിക്കുവാനോ, എന്നെ ഇല്ലാതെയാക്കാനോ ഈ ലോകത്തിലെ അധികാരങ്ങൾക്കോ, ഈ ലോകത്തിലെ പൈശാചിക മണ്ഡലങ്ങൾക്കോ, പാരമ്പര്യ ശക്തികൾക്കോ കഴിയത്തില്ല.